കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ഭക്തർക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങി വന്ന ദൈവിക സാന്നിധ്യം നേരിട്ട് അനുഭവിക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. മറ്റെങ്ങും കാണാത്ത ആചാരങ്ങളും ചടങ്ങുകളും നൂറ്റാണ്ടുകളുടെ പഴമയിൽ ഇന്നും തുടരുന്ന വൈശാഖ മഹോത്സവം കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ തീർത്ഥാടന സമയത്ത് എത്തിച്ചേരുന്ന ഉത്സവമാണ്. വളരെ ദൂരെ നിന്നും ഭഗവാനെ ഒരു നോക്ക് കൺകുളിർക്കെ കാണാനുള്ള ആഗ്രഹവുമായി എത്തുന്ന നിങ്ങൾക്ക് സഹായകരമാകുന്ന എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിലോ പൊതുഗതാഗതം ഉപയോഗിച്ചോ എങ്ങനെ ഇവിടെ എത്താം, താമസ സൗകര്യങ്ങൾ, ദർശനം നടത്തേണ്ട ശരിയായ രീതി, വഴിപാടുകൾ, ഐതിഹ്യങ്ങൾ, ഓടപ്പൂവുണ്ടാക്കുന്നതെങ്ങനെ, കൊട്ടിയൂർ തീർത്ഥാടനത്തിന് വരുമ്പോൾ സന്ദർശിക്കാൻ സാധിക്കുന്ന മറ്റു പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്നിങ്ങനെ നിങ്ങൾക്കാവശ്യമായ വിവരങ്ങളെല്ലാം ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. വയനാടിനോട് ചേർന്ന് കിടക്കുന്ന കൊട്ടിയൂരമ്പലം കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴയുടെ ഇരു കരകളിലുമായാണ് സ്ഥിതി ചെയ്യുന്നത്. ബാവലിപ്പുഴയുടെ തെക്കുഭാഗത്തുകൂടി കടന്നുപോകുന്ന മലയോര ഹൈവേയാണ് കൊട്ടിയൂരിലേക്കുള്ള പ്രധാന വഴി. പുഴയുടെയും റോഡിൻ്റെയും തെക്കുഭാഗത്താണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഇവിടെ സ്ഥിരം ക്ഷേത്രമുണ്ട്. വടക്കുഭാഗത്താണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. വൈശാഖ ഉത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും. ആ സമയത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ പതിവില്ല. സ്വന്തം വാഹനങ്ങളിൽ തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് കോഴിക്കോട് കുറ്റ്യാടി വഴി ബോയ്സ് ടൗണിലെത്തി ഇടത് തിരിഞ്ഞ് കൊട്ടിയൂരിലെത്താം. വയനാട്ടിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ വരുന്നവർക്ക് മാനന്തവാടി വഴി വരുന്നതായിരിക്കും സൗകര്യം. വടക്ക് നിന്ന് വരുന്നവർക്ക് മട്ടന്നൂർ വഴിയോ ഇരിട്ടി വഴിയോ എത്താം. ക്ഷേത്രപ്രവേശന കവാടത്തിനടുത്തായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഇതിനോടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ്സും ടോയ്ലറ്റ് സൗകര്യവും ലഭ്യമാണ്. കൊട്ടിയൂരിലും ഇങ്ങോട്ട് വരുന്ന വഴിയിലും പല സ്ഥലങ്ങളിൽ വിവിധ സന്നദ്ധ സംഘടനകൾ ഭക്തർക്കായി അന്നദാനം നടത്താറുണ്ട്. കണ്ണൂർ, തലശ്ശേരി എന്നിവയാണ് കൊട്ടിയൂരിലേക്ക് എത്താനുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ. തലശ്ശേരിയിൽ നിന്നും 55 കിലോമീറ്ററും കണ്ണൂരിൽ നിന്നും 65 കിലോമീറ്ററും ദൂരമാണ് ഇങ്ങോട്ടുള്ളത്. ഈ സ്റ്റേഷനുകളുടെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡുകൾ. പകൽ സമയങ്ങളിലെല്ലാം തന്നെ KSRTCയും പ്രൈവറ്റ് ബസ്സുകളും കൊട്ടിയൂരിലേക്ക് നിരവധി സർവീസുകൾ നടത്തുന്നുണ്ട്. 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് കൊട്ടിയൂരിലെത്താം. എറണാകുളം ഭാഗത്തു നിന്നും മാംഗ്ലൂർ എക്സ്പ്രസ്, ഏർനാട് എക്സ്പ്രസ് എന്നിവ ദിവസവും രാവിലെ തന്നെ തലശ്ശേരിയിൽ എത്തുന്നവയാണ്. നിങ്ങൾ കണ്ണൂരിലിറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ വന്ദേ ഭാരത് ഉൾപ്പെടെ കൂടുതൽ ട്രെയിനുകളുണ്ട്. രാവിലെ എത്തുന്ന ട്രെയിനുകളാണെങ്കിൽ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ദർശനം പൂർത്തിയാക്കി വൈകുന്നേരം 5 മണിക്കുള്ള തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്സിന് മടങ്ങാം. അല്പം ലേറ്റായാൽ 8 മണിക്കുള്ള മാവേലി എക്സ്പ്രസ്സിനോ 9 മണിക്കുള്ള മലബാർ എക്സ്പ്രസ്സിനോ തിരിച്ചു പോകാം. കൂടാതെ ഉത്സവകാലത്ത് സംസ്ഥാനത്തെ എല്ലാ KSRTC യൂണിറ്റുകളിൽ നിന്നും പ്രത്യേക സർവീസുകൾ ഉണ്ടാകും. നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോയുമായി ബന്ധപ്പെട്ടാൽ സമയവിവരങ്ങൾ ലഭ്യമാകും. കണ്ണൂർ യൂണിറ്റിൽ നിന്നും കൊട്ടിയൂരിലേക്ക് സ്പെഷ്യൽ തീർത്ഥാടക പാക്കേജുകളും KSRTC നടത്തുന്നുണ്ട്. രാവിലെ 6:30 കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, പുരളിമല മുത്തപ്പ ക്ഷേത്രം, കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നിവ സന്ദർശിച്ച് രാത്രി 8 കണ്ണൂരിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് പാക്കേജ്. വാരാന്ത്യങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലും വളരെയധികം തിരക്കും മണിക്കൂറുകൾ നീളുന്ന ട്രാഫിക് ബ്ലോക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതും കൂടി കണക്കിലെടുത്ത് വേണം ഏതു ഗതാഗത മാർഗം തിരഞ്ഞെടുത്താലും സന്ദർശനം പ്ലാൻ ചെയ്യാൻ. ബ്ലോക്കിൽപ്പെട്ടാൽ ചിലപ്പോൾ കിലോമീറ്ററുകൾ നടന്നു വേണം ഇവിടെ എത്താൻ. ഓരോ വർഷവും തിരക്ക് കൂടി വരികയാണ്. അധികം ബുദ്ധിമുട്ടാതെ തൊഴാൻ ഭഗവാന്റെ അനുഗ്രഹം തന്നെ ശരണം. കൊട്ടിയൂർ ദേവസ്വം നേരിട്ട് നടത്തുന്ന 300ഓളം മുറികളുള്ള ഗസ്റ്റ് ഹൗസ് ഇവിടെയുണ്ട്. മുൻകൂട്ടി ബുക്കിംഗ് സാധ്യമല്ലാത്തതിനാൽ തിരക്കുള്ള സമയങ്ങളിൽ റൂം ലഭിക്കുമോ എന്നത് ഉറപ്പു പറയാൻ സാധിക്കില്ല. ആധാർ കാർഡുമായി നേരിട്ട് വന്ന് അന്നന്നത്തേക്ക് വേണം റൂം എടുക്കാൻ. പിന്നെ കൊട്ടിയൂരിലും പരിസര പ്രദേശങ്ങളിലുമായി ചെറിയ ചെറിയ ഹോം സ്റ്റേസും ലോഡ്ജുകളുമുണ്ട്. ഇവ മുൻകൂറായി ഓൺലൈൻ ബുക്കിംഗ് നടത്തിയിട്ട് വരാം. വേറൊരു ഓപ്ഷൻ തലശ്ശേരി, കണ്ണൂർ, മാനന്തവാടി തുടങ്ങിയ പട്ടണങ്ങളിൽ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതാണ്. ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 27 നാളുകളിലായാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. മഴക്കാലം ആരംഭിക്കുന്ന മെയ്-ജൂൺ മാസത്തോടെ. ഭണ്ഡാരം എഴുന്നള്ളത്ത് മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവമെന്നും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവമെന്നും കരുതുന്നു. അതുകഴിഞ്ഞാൽ പിന്നെ ഭൂതഗണങ്ങളുടെ ഉത്സവമാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല
തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ കൊട്ടിയൂരെത്തുന്നുണ്ട്. ദക്ഷിണകാശി എന്ന് വിശേഷണമുള്ള കൊട്ടിയൂരിൽ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും എന്നിങ്ങനെ 2 ക്ഷേത്രങ്ങളായാണ് സങ്കല്പം. ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു. പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. വീരഭദ്രൻ ദക്ഷന്റെ ശിരച്ഛേദം നടത്തിയപ്പോൾ രക്തം അഥവാ രുധിരം വീണ സ്ഥലം രുധിരംചിറ എന്നറിയപ്പെട്ടുവെന്നും കാലക്രമേണ അത് തിരുവഞ്ചിറ എന്നായി മാറിയെന്നും കരുതുന്നു. ഭഗവതി അഥവാ അമ്മ മറഞ്ഞ കല്ലാണ് അമ്മാറക്കൽ എന്നറിയപ്പെടുന്നത്. അമ്മാറക്കല്ലിന് മുകളിലായി ഒരു വിളക്കും ഓലക്കുടയുമുണ്ട്. തൊട്ടടുത്തായി ഒരു ശീവേലി വിഗ്രഹവും കാണാം. വൈശാഖോത്സവ കാലത്ത് അക്കരെ കൊട്ടിയൂരിലേക്ക് ശിവന്റെയും പാർവതിയുടെയും ശീവേലി വിഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതിനാൽ ഇക്കാലത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടാവാറില്ല. വടക്കീശ്വരം, തൃച്ചെറുമന്ന എന്നീ ഒട്ടനവധി പേരുകളും കൊട്ടിയൂർ ക്ഷേത്രത്തിനുണ്ട്. മൃത്യുഞ്ജയമൂർത്തി, ഉമാമഹേശ്വരൻ, ഓംകാരമൂർത്തി, പരബ്രഹ്മമൂർത്തി തുടങ്ങിയ എല്ലാ ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്ന ഭഗവാനെ കൊട്ടിയൂർ പെരുമാൾ എന്നാണ് വിളിക്കുന്നത്. കോലത്തുനാട് എന്നറിയപ്പെടുന്ന വടക്കൻ മലബാറിൽ പെരുമാൾ എന്ന് അഭിസംബോധന ചെയ്ത് ആരാധിക്കുന്നത് കൊട്ടിയൂരിലെ മഹാദേവനും തൃച്ചംബരത്തെ ശ്രീകൃഷ്ണസ്വാമിയും തളിപ്പറമ്പിലെ രാജരാജേശ്വരനും തിരുവങ്ങാട് ശ്രീരാമചന്ദ്രസ്വാമിയും പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമിയുമാണ്. ഈ 5 ക്ഷേത്രങ്ങളെയും ചേർത്ത് ഐമ്പെരുമാളിടം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇവയിൽ ഏറ്റവും പ്രാചീനമായ ക്ഷേത്രസങ്കേതമാണ് കൊട്ടിയൂർ. തൃശിരസ് എന്ന അസുരൻ്റെ 3 ശിരസ്സുകളും ദേവേന്ദ്രൻ വജ്രായുധം ഉപയോഗിച്ച് വധിച്ച ശേഷം അസുരൻ്റെ കബന്ധം ഉപേക്ഷിച്ചത് ഈ വനാന്തരത്തിലായിരുന്നു. അതിനാൽ തൃശിരസിൻ്റെ ഉടൽ അല്ലെങ്കിൽ ശിരസ് മണ്ണിൽ ലയിച്ച സ്ഥലം തൃച്ചെറുമണ്ണ എന്നും ക്രമേണ തൃച്ചെറുമന്ന എന്നും ആയിത്തീർന്നു. തൃച്ചെറുമന്ന കൊട്ടിയൂർ ദേവസ്വം എന്നാണ് ഔദ്യോഗികമായി ഇവിടം അറിയപ്പെടുന്നത്. ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരമായി ക്ഷേത്രമുണ്ടെങ്കിലും അക്കരെ കൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രമായി ഓടക്കാലുകളും മുളയും ഞെട്ടിപ്പനയോലയും ഉപയോഗിച്ച് താൽക്കാലിക ക്ഷേത്രം കെട്ടിയുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഉത്സവം തുടങ്ങിക്കഴിഞ്ഞ് തിരുവോണം ആരാധനയ്ക്ക് മുൻപായി ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാക്കണം എന്നതാണ് ആചാരം. മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ ശ്രീകോവിലും ഓരോ സ്ഥാനികർക്കുമായി ഉണ്ടാക്കുന്ന പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം. ബാവലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകി വരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വെച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചേരും. ബാവലിപ്പുഴയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന മണിത്തറ ഉണ്ടാക്കുന്നത്. അമ്മാറക്കല്ലിന് മേൽക്കൂരയില്ല, ഒരു ഓലക്കുടയാണുള്ളത്. വളരെയധികം പ്രത്യേകതകളുള്ള വൈശാഖോത്സവം സമുദായത്തിലെ എല്ലാ വിഭാഗക്കാർക്കും ആചാരപരമായി അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉള്ള ചടങ്ങുകളുടെ ഒരു ഉത്സവമാണ്. വനവാസികളും നമ്പൂതിരിയും തീയന്മാരും നായന്മാരും അങ്ങനെ എല്ലാവരും കൊട്ടിയൂരിൽ സ്ഥാനീയരാണ്. ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ അക്കരെ കൊട്ടിയൂരിൽ കയ്യാലകൾ എന്നറിയപ്പെടുന്ന ഓല ഷെഡുകൾ കെട്ടിയുണ്ടാക്കി അതിലാണ് ഉത്സവകാലത്ത് കഴിയുന്നത്. ഉത്സവത്തിലെ ചടങ്ങുകളും എങ്ങനെയാണ് ദർശനം നടത്തേണ്ടത്, എന്തൊക്കെയാണ് വഴിപാടുകൾ എന്നിവ വിശദീകരിക്കുന്നതിന് മുൻപ് ഐതിഹ്യത്തെപ്പറ്റി പറഞ്ഞാലേ അവയുടെയൊക്കെ മാഹാത്മ്യം മനസ്സിലാകൂ. ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ബ്രഹ്മദേവന്റെ മകനായ പ്രജാപതികളിൽ ഒരാളായിരുന്നു ദക്ഷൻ. ദക്ഷന്റെ മകളായ സതീദേവി ശിവനുമായി അഗാധ പ്രണയത്തിലായി. ദക്ഷന്റെ ആഗ്രഹവും അനുവാദവുമില്ലാതെ ദാക്ഷായണി എന്ന സതീദേവി ശിവനെ വിവാഹം കഴിച്ചു. ഇത് ഇഷ്ടപ്പെടാത്ത ദക്ഷൻ ശിവനൊഴികെ 14 ലോകത്തെ എല്ലാവരെയും ക്ഷണിച്ച് യാഗം നടത്തി. ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി. എന്നാൽ ദക്ഷൻ മകളെ സ്വീകരിക്കുന്നതിന് പകരം അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി ആ യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. കൈലാസത്തിലിരുന്ന പരമശിവൻ ഇതറിഞ്ഞ് കോപാകുലനായി തൻ്റെ ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. ആ ആഘാതത്തിൽ നിന്ന് വീരഭദ്രൻ, ഭദ്രകാളി എന്നീ 2 ദേവതകൾ ജനിച്ചു. ദക്ഷനെ കൊന്ന് യാഗം നശിപ്പിക്കാൻ ഭഗവാൻ ശിവൻ അവരോട് കൽപ്പിച്ചു. വീരഭദ്രനും ഭദ്രകാളിയും യാഗശാലയിലെത്തി അവർ യാഗപരിസരം നശിപ്പിച്ച് യാഗം തടസ്സപ്പെടുത്തി. വീരഭദ്രൻ ദക്ഷന്റെ താടി പറിച്ചെറിയുകയും ശിരസ്സറുക്കുകയും ചെയ്തു. പത്നിവിരഹത്തിൻ്റെ ദുഃഖത്താലും കോപത്താലും ശിവൻ താണ്ഡവ നൃത്തമാടി. ദേവന്മാരും ഋഷിമാരും ബ്രഹ്മാവിഷ്ണുമാരും
ശിവനെ സമീപിച്ച് കോപം ശമിപ്പിക്കാൻ പ്രാർത്ഥിച്ചു. ശിവൻ ശാന്തനായി ദക്ഷൻ്റെ ജീവൻ പുനഃസ്ഥാപിക്കാൻ സമ്മതിച്ചു. യാഗം പൂർത്തീകരിക്കുന്നതിനായി ദക്ഷൻ്റെ തല കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഒരു ആടിൻ്റെ തല ശരീരത്തിൽ ഉറപ്പിച്ച് ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ചു. പരമശിവന്റെ കൃപയാൽ ദക്ഷൻ തൻ്റെ യാഗം പൂർത്തിയാക്കി. പക്ഷേ തൻ്റെ പ്രിയ പത്നിയുടെ വിരഹത്താൽ സ്വയംഭൂവായി യാഗഭൂമിയിൽ മണിത്തറയിൽ പരമശിവൻ കുടിയിരുന്നു. സതീദേവി ആത്മാഹുതി ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം അമ്മാക്കൽത്തറ എന്നും അറിയപ്പെടുന്നു. ഈ കഥയ്ക്കൊരു മറുഭേദമായി പയ്യന്നൂരിനടുത്തുള്ള കാങ്കൽ എന്ന സ്ഥലത്താണ് ദക്ഷയാഗം നടന്നതെന്നും വീരഭദ്രൻ അർദ്ധ ദക്ഷൻ്റെ ശിരസ് വന്ന് വീണ സ്ഥലമാണ് കൊട്ടിയൂർ എന്നും പറയുന്നു. ഇതുപോലെ തന്നെ ഹരിദ്വാറിലെ കൻഖൽ എന്ന കനഖലയിലാണ് ദക്ഷയാഗം നടന്നതെന്നും വിശ്വാസമുണ്ട്. അവിടെ ദക്ഷേശ്വർ മഹാദേവ് എന്ന പേരിൽ ഒരു ക്ഷേത്രവുമുണ്ട്. നമുക്കിനി കൊട്ടിയൂരിലേക്ക് തിരിച്ചു വരാം. ദക്ഷയാഗം കഴിഞ്ഞു യുഗങ്ങൾ കഴിഞ്ഞു. കടലെടുത്ത കേരള ഭൂമിയെ പരശുരാമൻ വീണ്ടെടുത്ത് ഗോകർണത്ത് നിന്നും തെക്കോട്ട് യാത്ര തിരിച്ചു. സഹ്യസാനുവിലെ കൊട്ടിയൂരിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ പരശുരാമൻ ഇവിടെ തപസ്സനുഷ്ഠിക്കാൻ ആരംഭിച്ചു. എല്ലാത്തിനെയും ബാധിച്ച കലി ചിരഞ്ജീവിയായ പരശുരാമനെയും ബാധിക്കാൻ ആഞ്ഞെടുത്തു. തുടർന്ന് പരശുരാമൻ കലിയുമായി യുദ്ധത്തിലേർപ്പെടുകയും കലിയെ പിടിച്ചുകെട്ടുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ മഴുവെടുത്ത് കലിയെ വധിക്കാൻ തുടങ്ങിയപ്പോൾ ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെടുകയും കലിയെ മോചിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. താൻ വീണ്ടെടുത്ത കേരളഭൂമിയിൽ ഒരിക്കലും കലി ബാധിക്കരുതെന്ന ഉപാധിയോടെ പരശുരാമൻ കലിയെ വിട്ടയച്ചു. ത്രിമൂർത്തികൾ ആ ആവശ്യം അംഗീകരിക്കുകയും ദക്ഷയാഗം നടന്ന ഇവിടെ പരമശിവൻ്റെയും സതീദേവിയുടെയും ഭൂതഗണങ്ങളുടെയും സാന്നിധ്യമുണ്ടെന്നും അതുകൊണ്ട് എല്ലാ വർഷവും ഇവിടെ വൈശാഖ മഹോത്സവം നടത്തണമെന്നും ആ വൈശാഖ മഹോത്സവത്തിന് 30 മുക്കോടി ദേവതകളും ഇവിടെ എത്തിച്ചേരുമെന്നും അരുളി ചെയ്തു. അവർ അപ്രത്യക്ഷരായപ്പോൾ പരശുരാമൻ സ്വയംഭൂ ശിവൻ്റെയും സതീദേവിയുടെയും സാന്നിധ്യങ്ങൾ കണ്ടെത്തുകയും വിശ്വകർമാവിനോട് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ വിശ്വകർമാവിൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം ഭഗവാന്റെ ചൈതന്യത്തെ ഉൾക്കൊള്ളാൻ 4 കാതം, അതായത് ഇന്നത്തെ കണക്കുപ്രകാരം 64 കിലോമീറ്റർ ചുറ്റളവുള്ള ക്ഷേത്രം ആവശ്യമാണെന്നായിരുന്നു. അത് സാധ്യമല്ലാത്തതിനാലും ഭഗവാന്റെ സാന്നിധ്യം പ്രകൃതിയുമായി ഇഴചേർന്നിരിക്കുന്നതാണ് ഉചിതമെന്നും മനസ്സിലാക്കി പരശുരാമൻ ദേവോപാസനയ്ക്ക് വേണ്ട താന്ത്രിക വിധികൾ ആവിഷ്കരിക്കുകയും കദളൻ എന്നു പേരായ ബ്രാഹ്മണശ്രേഷ്ഠനെ തന്ത്രിയാക്കി നിയമിക്കുകയും ചെയ്തു. ത്രിമൂർത്തികൾ ഒരുമിച്ചു ചേർന്ന സ്ഥലം കൂടിയൂർ എന്നും ക്രമേണ കൊട്ടിയൂർ എന്നും അറിയപ്പെട്ടു. കേരളത്തിൽ ബൗദ്ധാധിപത്യം വന്നതോടുകൂടി ക്ഷേത്രാചാരങ്ങൾക്കും ഉത്സവങ്ങൾക്കും ആരാധനാക്രമത്തിലുമൊക്കെ മാറ്റമുണ്ടായി. അതോടെ കൊട്ടിയൂർ ക്ഷേത്രം വീണ്ടും അനാഥാവസ്ഥയിലാവുകയും ചെയ്തു. ക്രമേണ പരിസരം കാടുപിടിച്ച് ക്ഷേത്രം അതിനുള്ളിലാവുകയും ചെയ്തു. ഒരു ദിവസം കാനനവാസിയായ ഒരു കുറിച്യൻ നായാട്ടിനായി ഈ വനമേഖലയിലെത്തുകയും തൻ്റെ അമ്പ് മൂർച്ച കൂട്ടാനായി അടുത്തു കണ്ട ഒരു കല്ലിൽ ശക്തമായി ഉരയ്ക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, കല്ലിൽ നിന്നും ധാരധാരയായി രക്തമൊഴുകാൻ തുടങ്ങി. ഭയചകിതനായ ആ കുറിച്യൻ ആരോടാണ് ഈ വിവരം പറയേണ്ടതെന്നറിയാതെ പരിഭ്രമിച്ച് ഓടാൻ തുടങ്ങി. പേടിച്ചിരണ്ട ആ കുറിച്യ യുവാവ് ചെന്നെത്തിയത് പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ ഇല്ലത്തായിരുന്നു. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കുറിച്യനെ 10 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മണത്തണ എന്ന ഗ്രാമത്തിലെ കാര്യക്കാരായ 5 നായർ തറവാടുകളിൽ ഈ വിവരം അറിയിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. വിവരമറിഞ്ഞ ഉടൻ തന്നെ ഈ 5 തറവാടുകളിലെ കാരണവന്മാരും പടിഞ്ഞീറ്റ നമ്പൂതിരിയും മറ്റുള്ളവരും കുറിച്യനോടൊപ്പം കാനനത്തിലെത്തിച്ചേർന്നു. ശിലയിൽ നിന്നും അപ്പോഴും രക്തം പ്രവഹിക്കുന്നുണ്ടായിരുന്നു. താന്ത്രിക വിദ്യകളിൽ പ്രാവീണ്യമുള്ള നമ്പൂതിരി അത് സ്വയംഭൂ വിഗ്രഹമാണെന്ന് മനസ്സിലാക്കി. അദ്ദേഹം ബാവലിപ്പുഴയിലെ ജലം കൂവയിലെ കുമ്പിളിൽ ശേഖരിച്ച് മന്ത്രോച്ചാരണത്തോടെ സ്വയംഭൂ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു. എങ്കിലും രക്തപ്രവാഹം നിന്നില്ല. പിന്നീട് പാൽ, നെയ്യ് ഇവ കൊണ്ടായി അഭിഷേകം. രക്തപ്രവാഹത്തിന് എന്നിട്ടും മാറ്റമുണ്ടായില്ല. അപ്പോഴാണ് ഒരാൾ ഇളനീർ കുലകളുമായി ആ വഴി വന്നത്. അത് വാങ്ങി അഭിഷേകം ചെയ്തതും പെട്ടെന്ന് രക്തപ്രവാഹം നിലയ്ക്കുകയും ചെയ്തു. മുറിവുണക്കാനായി കളഭാഭിഷേകം ചെയ്യുകയും ചെയ്തു. ഇതും കൂടിയായപ്പോൾ രക്തപ്രവാഹം നിലച്ചു. എല്ലാവർക്കും ആശ്വാസമായി. പിന്നീട് നടന്ന ദേവപ്രശ്ന ചിന്തയിലാണ് പഴയ ചരിത്രങ്ങളൊക്കെ വെളിപ്പെട്ടത്. ഇത് ഒരു സാധാരണ ശിലയല്ലെന്നും സ്വയംഭൂ ആണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. യാഗവേളയിൽ സാന്നിധ്യമറിയിച്ച ത്രിമൂർത്തികളും ഭൂതഗണങ്ങളും സർവ്വദേവഗണങ്ങളും ഇപ്പോഴും ഇവിടെ സാന്നിധ്യമറിയിക്കുന്നുണ്ടെന്നും
യഥാവിധി പൂജാകർമ്മങ്ങൾ ആരംഭിക്കണമെന്നും പ്രശ്നവശാൽ കാണുകയുണ്ടായി. അതനുസരിച്ച് രാജനിർദ്ദേശത്തോടെ പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ 5 വീട്ടിൽ കാരണവന്മാരും ചേർന്ന് യാഗോത്സവം എന്ന വൈശാഖോത്സവം പുനരാരംഭിക്കാനുള്ള തീരുമാനമെടുത്തു. അന്നു മുതലാണ് ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള വർഷം തോറുമുള്ള വൈശാഖോത്സവം ആരംഭിച്ചത്. അങ്ങനെ വൈശാഖോത്സവ സമയത്തു മാത്രം തിരുവഞ്ചിറയിൽ ആരാധന മതിയെന്നും മറ്റു നിത്യപൂജ ആവശ്യങ്ങൾക്കായി വേറൊരു ബിംബം പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ മതിയെന്നും തീരുമാനമുണ്ടായി. അതുപോലെ തന്നെ കൊട്ടിയൂരിലെ ഇന്നത്തെ അനുഷ്ഠാനങ്ങളും പൂജാവിധികളും ചിട്ടപ്പെടുത്തിയത് ശ്രീ ശങ്കരാചാര്യരാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ആചാര്യസ്വാമികൾ കൊട്ടിയൂരിലെത്തിയെങ്കിലും ബാവലിപ്പുഴ കടന്ന് അക്കരെ പോയില്ല. അക്കരെ കൊട്ടിയൂരിലെ ഓരോ ശിലയും ശിവരൂപമായാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് ഇക്കരെ നിന്ന് തന്നെ മഹാദേവനെ ദർശിച്ച് മടങ്ങിപ്പോവുകയാണുണ്ടായത്. സ്വയംഭൂ വിഗ്രഹത്തിൽ പടിഞ്ഞീറ്റ ഇല്ലം നമ്പൂതിരി നടത്തിയ അഭിഷേകങ്ങളും പൂജകളുമൊക്കെ തുടർന്ന് നടത്തണമെന്നും വൈശാഖോത്സവത്തിന് നീരെഴുന്നള്ളത്ത്, ജലാഭിഷേകം, നെയ്യാട്ടം, പഞ്ചഗവ്യ അഭിഷേകം, ഇളനീരഭിഷേകം, കളഭാഭിഷേകം എന്നിവ നടത്തണമെന്നും നിർദ്ദേശിച്ചു. കുറിച്യൻ മൂലം സ്വയംഭൂ സ്ഥാനം തിരിച്ചറിഞ്ഞതിനാൽ ഈ ക്ഷേത്ര സങ്കേതത്തിൻ്റെ കാവൽ സ്ഥാനം കുറിച്യനു ലഭിച്ചു. ഒറ്റപ്പിലാൻ മലയുടെ അധിപതിയായതിനാൽ കുറിച്യനെ ഒറ്റപ്പിലാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇളനീർ കുലകളുമായി എത്തിയത് ഒരു തീയനായതിനാൽ ഇളനീർ കൊണ്ടുവരാനുള്ള അവകാശം തീയർക്കാണ്. അതുപോലെ ഓരോ അവകാശങ്ങളും ഓരോ ആളുകൾക്കായി നിശ്ചയിച്ചു. ഇവിടെ ഓരോ ക്രിയകൾക്കും ഓരോ ഇല്ലക്കാർക്കാണ് അവകാശം. കോഴിക്കോട്ടിരി, നന്ദ്യാർവള്ളി, ഉഷക്കാമ്പ്രം, പന്തീരടിക്കാമ്പ്രം, പനയൂർ, കുറുമാത്തൂർ ഇല്ലക്കാർ, അങ്ങനെ പലരും. പടിഞ്ഞാറ്റ ഇല്ലക്കാരാണ് മേൽശാന്തിമാർ. ഒറ്റപ്പിലാനും ചില ചടങ്ങുകൾക്ക് അവകാശമുണ്ട്. വൈശാഖോത്സവ ദിനങ്ങൾ കഴിഞ്ഞാൽ തിരുവഞ്ചിറയുടെ സംരക്ഷകൻ ഒറ്റപ്പിലാനാണ്. മറ്റാർക്കും, എന്തിന് തന്ത്രിക്ക് പോലും ഇങ്ങോട്ട് പ്രവേശനമില്ല. ഇക്കാരണത്താലാണ് പടിഞ്ഞീറ്റ ഇല്ലത്ത് ശിവന്റെയും പാർവതീദേവിയുടെയും ബിംബങ്ങൾ പ്രതിഷ്ഠിച്ച് നിത്യപൂജ ആരംഭിച്ചത്. പിൽക്കാലത്ത് ഇല്ലം തന്നെ ഒരു ക്ഷേത്രമായി മാറുകയായിരുന്നു. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന് ഒരു 4 കെട്ടിൻ്റെ മട്ടും ഭാവവുമാണ് ഉള്ളതെന്ന് നിങ്ങളവിടെ സന്ദർശിക്കുമ്പോൾ മനസ്സിലാകും. ഉത്സവ ചടങ്ങുകൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേതുപോലെ മറ്റെങ്ങുമില്ല. അത്രയേറെ വൈവിധ്യവും കൗതുകകരവുമായ ആചാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മേടമാസം വിശാഖം നാളിൽ ഉത്സവത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഇക്കരെ കൊട്ടിയൂരിൽ പ്രാക്കൂഴം കൂടും. കൂടാതെ കൊട്ടിയൂരിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയുള്ള മണത്തണയിലെ ശ്രീപോർക്കലി ക്ഷേത്രത്തിന് അടുത്തുള്ള ആയില്യാർക്കാവിലും ആലോചന നടക്കും. 28 ദിവസം നീളുന്ന വൈശാഖ ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാകരുതെന്നാണ് ദൈവിക വിധി. ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാകാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ്. അക്കരെ കൊട്ടിയൂരിൽ ഉത്സവത്തിൻ്റെ ഭാഗമായി ആദ്യം നടക്കുന്ന ചടങ്ങ് നീരെഴുന്നള്ളത്താണ്. കൂവയിലയിൽ ബാവലി തീർത്ഥം കൊണ്ടുപോയി സ്വയംഭൂ ശിവലിംഗവും പരിസരവും ശുദ്ധിയാക്കുന്ന ചടങ്ങാണ് നീരെഴുന്നള്ളത്ത്. തിരൂർ കുന്നിൽ നിന്ന് വിളക്കുതിരി സംഘം ഇക്കരെ കൊട്ടിയൂരിൽ എത്തിച്ചേർന്ന ശേഷം ഒറ്റപ്പിലാൻ, ആശാരി, പുറങ്കലയൻ എന്നിവർ ചേർന്ന് ഇക്കരെ ക്ഷേത്രനടയിലും മന്നംചേരിയിലും തണ്ണീർക്കുടി ചടങ്ങ് നടത്തും. ഉച്ചയ്ക്ക് ജന്മശാന്തിയുടെയും സമുദായയുടെയും നേതൃത്വത്തിൽ ഊരാളന്മാരും അടിയന്തര യോഗക്കാരും ഇക്കരെ സന്നിധാനത്തിൽ നിന്ന് നീരെഴുന്നള്ളത്തിന് പുറപ്പെടും. ഇവർ പ്രത്യേക വഴിയിലൂടെ നടന്ന് മന്തഞ്ചേരി കൂവപ്പാടത്തെത്തും. അവിടെ നിന്ന് കൂവയില പറിച്ചെടുത്ത് ബാവലിപ്പുഴയിൽ എത്തിച്ചേരും. എല്ലാവരും സ്നാനം ചെയ്ത ശേഷം സമുദായിയും ജന്മശാന്തിയും ബാവലിപ്പുഴയിൽ നിന്ന് കൂവയിലയിൽ തീർത്ഥജലം ശേഖരിച്ച് ഓടക്കാടിനിടയിലൂടെ കർക്കടക കണ്ടി വഴി നടന്ന് ക്ഷേത്രത്തിലെ സ്വയംഭൂ വിഗ്രഹം കുടികൊള്ളുന്ന മണിത്തറയിൽ പ്രവേശിക്കും. ഒറ്റപ്പിലാൻ, ജന്മാശാരി, പുറങ്കലയൻ എന്നീ അവകാശികൾ അവിടെ കാത്തുനിൽക്കും. അവരുടെ സാന്നിധ്യത്തിൽ ജന്മശാന്തി കാടുപടലങ്ങൾ നീക്കി ബാവലി തീർത്ഥം സ്വയംഭൂവിലും മണിത്തറയിലും തളിച്ച് ശുദ്ധി വരുത്തും. തിടപ്പള്ളി അടുപ്പിൽ നിന്ന് ഭസ്മമെടുത്ത് ശരീരത്തിൽ പൂശിയ ശേഷം സ്ഥാനികർ, അടിയന്തര യോഗക്കാർ, അവകാശികൾ എന്നിവർക്ക് പ്രസാദം നൽകി സംഘം പടിഞ്ഞാറേ നടവഴി ഇക്കരെ കടക്കും. രാത്രി ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്തുള്ള ആയില്യാർക്കാവിൽ പ്രത്യേക പൂജയും അപ്പട നിവേദ്യവും നടത്തും. ഈ അപ്പട നിവേദ്യത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇത് മധുരമാണെങ്കിലും അത് സേവിക്കുന്ന സ്ഥാനികർക്ക് ആർക്കെങ്കിലും കയ്പ് തോന്നിയാൽ അവർ അടുത്ത വൈശാഖോത്സവത്തിനുണ്ടാവില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഢമായ ചടങ്ങുകൾ അടുത്ത അവകാശിക്ക് ഉടൻ തന്നെ പകർന്നു കൊടുക്കുന്നു.
അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരി ശിവക്ഷേത്രത്തിൽ നിന്നും വാളെഴുന്നള്ളത്ത് ഇക്കരയിലെത്തും. സംഹാരരുദ്രനായ വീരഭദ്രൻ ദക്ഷന്റെ ശിരസറുത്ത ശേഷം ചുഴറ്റിയെറിഞ്ഞ വാൾ ചെന്നു വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം. മുതിരേരിയിലെ മേൽശാന്തി പൂജയ്ക്കും ധ്യാനത്തിനു ശേഷം 20 കിലോമീറ്ററോളം ദൂരം വനത്തിലൂടെയും ചുരത്തിലൂടെയും നഗ്നപാതനായി ഓടിയും നടന്നുമാണ് വാൾ കൊട്ടിയൂരിലെത്തിക്കുന്നത്. ഇക്കരെ കൊട്ടിയൂരിൽ വാളെത്തിയ ശേഷം ആചാര്യന്മാരും അടിയന്തര യോഗക്കാരും അക്കരെ സന്നിധിയിലെത്തി ചോതിവിളക്ക് തെളിയിച്ച് പെരുമാൾക്ക് നെയ്യാട്ടം നടത്തുന്നതോടെ വൈശാഖ മഹോത്സവത്തിന് തുടക്കമാകുന്നു. ചോതിവിളക്ക് തയ്യാറാക്കുന്നത് നെയ്യൊഴിച്ചാണ്. രാവിലെ കോട്ടയം എരുവട്ടി ക്ഷേത്രത്തിൽ നിന്നും ഇതിനു വേണ്ട നെയ്യമൃതും വിളക്ക് തിരിയും കൊണ്ടുവരും. രാത്രിയിൽ ആചാര്യന്മാരും അടിയന്തര യോഗസ്ഥാനികരും അക്കരെ സന്നിധാനത്തിൽ പ്രവേശിച്ച് കുറ്റിയാടിയിലെ ചാത്തിയൂർ ക്ഷേത്രത്തിൽ നിന്ന് തേടന്നൂർ സ്ഥാനിക വാര്യർ എഴുന്നള്ളിച്ച് എത്തിച്ച ഓടയും തീയും ഉപയോഗിച്ച് പടിഞ്ഞീറ്റ നമ്പൂതിരി മണിത്തറയിൽ ചോതിവിളക്ക് തെളിയിക്കുന്നു. ചോതിവിളക്കിൽ നിന്ന് നാളം പകർന്ന് മറ്റു വിളക്കുകൾ തെളിയിക്കുകയും തിടപ്പള്ളിയിലെ തിരുവെടുപ്പിൽ തീ കൂട്ടുകയും ചെയ്യുന്നു. തുടർന്ന് നെയ്യഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ബ്രാഹ്മണ സ്ഥാനികർ ചേർന്ന് ചോതി പുണ്യാഹം നടത്തുന്നു. ഈ ചടങ്ങ് കഴിഞ്ഞാൽ നാളം തുറക്കൽ എന്ന ചടങ്ങാണ്. മുൻ വർഷത്തെ ഉത്സവത്തിന് അവസാന ദിവസത്തെ ചടങ്ങായ തൃക്കലശാട്ടത്തിന് ശേഷം മണിത്തറയിലെ പടുകുഴിയിൽ സ്ഥിതി ചെയ്യുന്ന സ്വയംഭൂ ശിവലിംഗത്തെ 8 വസ്തുക്കൾ ചേർന്നുണ്ടാക്കിയ രഹസ്യക്കൂട്ടായ അഷ്ടബന്ധം ഉപയോഗിച്ച് മൂടിവച്ചിട്ടുണ്ടാവും. അഷ്ടബന്ധം കൊണ്ടുള്ള ആവരണം നീക്കിയാൽ മാത്രമേ സ്വയംഭൂ വിഗ്രഹം ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. മണിത്തറയിലെ അഷ്ടബന്ധം നീക്കം ചെയ്ത് പടുകുഴി പുനഃസൃഷ്ടിക്കുന്നു. അതിലെ മണ്ണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. അഷ്ടബന്ധം നീക്കി സ്വയംഭൂനാളം തുറന്ന് നെയ്യൊഴുകാനുള്ള പാത്തി വെച്ച് കഴിഞ്ഞ് പാലൊന്നം നമ്പൂതിരി മുഹൂർത്തം നോക്കി നെയ്യഭിഷേകത്തിനുള്ള രാശി വിളിക്കുന്നതോടെ പെരുമാൾക്ക് നെയ്യാട്ടം തുടങ്ങുന്നു. ഉഷക്കാമ്പ്രത്തോടൊപ്പം ഉപതന്ത്രിമാരും ചേർന്ന് സ്ഥാനിക അവകാശികളായ വില്ലിപ്പാലൻ കുറുപ്പിൻ്റെയും തമ്മേങ്ങാടൻ നമ്പ്യാരുടെയും നേതൃത്വത്തിൽ സമർപ്പിച്ച കലശങ്ങളാണ് സ്വയംഭൂവിൽ ആദ്യം ആടുന്നത്. ശേഷം ക്രമമനുസരിച്ച് വ്രതക്കാർ സംഘങ്ങളായി വന്ന് നെയ്യഭിഷേകത്തിനുള്ള നെയ്യ് സമർപ്പിക്കും. എല്ലാവരും നെയ്യ് സമർപ്പിച്ച ശേഷം പൂർണ്ണമായി അഭിഷേകം ചെയ്യുന്നതോടെയാണ് നെയ്യാട്ടം അവസാനിക്കുന്നത്. ഇതോടുകൂടി ഭക്തർക്ക് ദർശനം നടത്താനുള്ള അവസരം ലഭിക്കുന്നു. തുടർന്നുള്ള മുഖ്യമായ ചടങ്ങ് വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നള്ളിപ്പാണ്. ഭണ്ഡാരങ്ങൾ സൂക്ഷിക്കുന്നത് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലെ കരിമ്പനയ്ക്കൽ ഗോപുരത്തിലാണ്. മണത്തണ ഗ്രാമത്തിൽ നിന്ന് സ്വർണം വെള്ളിപ്പാത്രങ്ങളും തിരുവാഭരണങ്ങളും അതുപോലെ തന്നെ മണത്തണയിലെ ചപ്പാരം എന്ന സപ്തമാതൃപുരം ക്ഷേത്രത്തിൽ നിന്നും കൊടുങ്ങല്ലൂരമ്മയുടേത് എന്ന് വിശ്വസിക്കപ്പെടുന്ന വാളുകളും എഴുന്നള്ളിച്ച് ഇവിടെ എത്തിക്കുന്നു. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വീതിയിലെ സപ്തമാതൃക്കളുടെ സ്ഥാനമാണത്രേ മണത്തണ ചപ്പാരം. ഉത്തര കേരളത്തിലെ അതിപ്രാചീനമായ ശക്ത്യാരാധനാ സങ്കേതമാണ് ചപ്പാരം. ഇവിടെ വാളെത്തിക്കുന്നതോടുകൂടിയാണ് അക്കരെ കൊട്ടിയൂരിൽ ഭഗവതിയുടെ സാന്നിധ്യവും ആനയിക്കപ്പെടുന്നത്. ഭണ്ഡാരം സൂക്ഷിപ്പവകാശികളായ കുടവതികൾ, ഏഴില്ലക്കാർ തുടങ്ങിയ തറവാട്ടുകാർ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരും. സ്ത്രീകൾക്ക് ഭണ്ഡാരം എഴുന്നള്ളിപ്പിന് ശേഷവും മകന്നാൾ ഉച്ചശീവേലിക്കുമിടയ്ക്കുള്ള 21 ദിവസങ്ങളിൽ മാത്രമാണ് പ്രവേശനം. നെയ്യാട്ടം കഴിഞ്ഞുള്ള പ്രധാന അഭിഷേകം ഇളനീരാട്ടമാണ്. മലബാറിലെ തീയ സമുദായക്കാരാണ് ഇതിനു വേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത്. ഇതിനായി അവർ വിഷു മുതൽ വ്രതം ആരംഭിക്കുന്നു. കൂത്തുപറമ്പിനടുത്തുള്ള എരുവട്ടിക്കാവിൽ നിന്ന് എണ്ണയും ഇളനീരും വാദ്യാഘോഷങ്ങളോടെയാണ് എത്തിക്കുന്നത്. ഇവർക്ക് കിരാതമൂർത്തിയുടെ അകമ്പടി ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം. ഇവർ കൊട്ടിയൂരുള്ള മന്ദംചേരിയിലെത്തി ഇളനീർ വയ്ക്കാനുള്ള രാശി കാത്തിരിക്കുന്നു. ക്ഷേത്രത്തിലെ രാത്രി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞാൽ ഇളനീർ വയ്പ്പിനുള്ള രാശി വിളിക്കും. ഇതോടെ ഭക്തന്മാർ സ്വയം മറന്ന് ഇളനീർ കാവോടുകൂടി ബാവലിപ്പുഴയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്ക് ഓടുന്നു. തെങ്ങിൻ്റെ പച്ചമടൽ വെട്ടിയെടുത്ത് അതിൻ്റെ 2 അറ്റങ്ങളിലും 3 വീതം ഇളനീർ അഥവാ കരിക്ക് പ്രത്യേക രീതിയിൽ കെട്ടിയതാണ് ഇളനീർക്കാവ്. സപ്തമി ദിവസം ഭക്തർ ആയിരക്കണക്കിന് ഇളനീരുകൾ ശിവലിംഗത്തിന് മുൻപിൽ സമർപ്പിക്കും. അതിൻ്റെ പിറ്റേ ദിവസം കാര്യത്ത് കൈക്കോളൻ എന്ന സ്ഥാനികൻ്റെ നേതൃത്വത്തിൽ ഇളനീരുകൾ ചെത്തിയൊരുക്കും. മേൽശാന്തി ഇളനീർ ശിവലിംഗത്തിനുമേൽ അഭിഷേകം ചെയ്യും. ഇതാണ് ഇളനീരാട്ടം. ഇളനീരാട്ടത്തിന് ശേഷം പൂജകൾ വൈകാൻ സാധ്യതയുള്ളതിനാൽ അന്ന് ദർശനം നടത്താൻ പതിവിലുമധികം താമസം നേരിട്ടേക്കാം. ഉത്സവം തുടങ്ങി ആദ്യ 11 ദിവസം ശിവൻ കോപാകുലനായിരിക്കും. കോപം തണുക്കാൻ നീരഭിഷേകം, ഇളനീരഭിഷേകം, കളഭാഭിഷേകം എന്നിവ
നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും. തിരുവോണം ആരാധന, രേവതി ആരാധന, രോഹിണി ആരാധന, തിരുവാതിര ആരാധന എന്നിങ്ങനെ 4 പ്രധാന ആരാധനകളാണ് കൊട്ടിയൂരുള്ളത്. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു ചടങ്ങാണ് രോഹിണി ആരാധന അല്ലെങ്കിൽ ആലിംഗന പുഷ്പാഞ്ജലി. പഞ്ചവാദ്യത്തിൻ്റെയും ഹരിഗോവിന്ദ മന്ത്രോച്ചാരണത്തിൻ്റെയും അകമ്പടിയോടെ സ്വയംഭൂ വിഗ്രഹത്തെ കുറുമാത്തൂർ വലിയ നമ്പൂതിരിപ്പാട് ശൈവ സ്വാന്തനത്തിനായി പുഷ്പാഞ്ജലി നടത്തി ആലിംഗനം ചെയ്യും. അദ്ദേഹം ഇരുകൈകളാലും ചുറ്റിപ്പിടിച്ച് വിഗ്രഹത്തിൽ തല ചേർത്ത് മണിക്കൂറുകളോളം കിടക്കും. സതിവിരഹത്താൽ വല്ലാതെ ക്ഷോഭിക്കുകയും ദുഃഖിക്കുകയും ചെയ്ത മഹാദേവനെ മഹാവിഷ്ണു ആലിംഗനം ചെയ്ത് സ്വാന്തനിപ്പിക്കുന്ന ചടങ്ങിൻ്റെ ആവിഷ്കാരമാണിത്. അതുകൊണ്ട് തന്നെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൊട്ടിയൂരിലെ മഹാദേവനെയും സതീദേവിയെയും തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമായി ഭക്തജനങ്ങൾ കരുതുന്നു. അന്ന് അനേകായിരം ഭക്തജനങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. വൈശാഖോത്സവ കാലത്ത് 4 ചതുശതം വലിയ വട്ടളം പായസമാണ് പെരുമാൾക്ക് നിവേദിക്കുന്നത്. തിരുവാതിര, പുണർദം, ആയില്യം, അത്തം എന്നീ നാളുകളിൽ ചതുശത നേദ്യമുണ്ട്. നാളികേരം, ശർക്കര, കദളിപ്പഴം എന്നീ 4 പദാർത്ഥങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഈ പായസത്തിനെ ചതുശതം എന്ന് പറയുന്നത്. തിരുവോണം നാളിൽ കൊട്ടിയൂരിൽ നടക്കുന്ന മത്തവിലാസം കൂത്ത് ഒരു കലാരൂപം എന്നതിലുപരി ഒരു അനുഷ്ഠാനമാണ്. തിരുവഞ്ചിറയ്ക്ക് തെക്കുഭാഗത്തുള്ള കൂത്തരങ്ങിലാണ് മത്തവിലാസം കൂത്ത് നടക്കുക. സന്താനഭാഗ്യം, ഇഷ്ടമംഗല്യഭാഗ്യം, സന്തോഷകരമായ കുടുംബജീവിതം എന്നീ കാര്യസാധ്യത്തിനായാണ് ഇവിടെ മത്തവിലാസം കൂത്ത് നടക്കുന്നത്. 3 ദിവസം കൊണ്ടാണ് ഒരു കൂത്ത് അവസാനിക്കുന്നത്. തിരുവോണം ആരാധന നാളിൽ ആരംഭിക്കുന്ന കൂത്ത് അത്തം നാളിൽ സമർപ്പണം നടത്തും. മണിത്തറയിലെ പൂജകളുമായി ബന്ധപ്പെടുത്തിയാണ് മത്തവിലാസം കൂത്ത് നടക്കുന്നത്. മകം കലം വരവിന് സ്ത്രീകൾക്ക് കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ പ്രവേശനം അവസാനിച്ചാലും നങ്ങ്യാരമ്മമാർ സന്നിധിയിൽ തന്നെ തുടരും. കേരളത്തിൽ നടക്കുന്ന ഉത്സവ ചടങ്ങുകളിൽ സ്ത്രീകളുടെ പ്രത്യക്ഷ പ്രാതിനിധ്യം വിരളമാണ്. എന്നാൽ കൊട്ടിയൂരിൽ ചിലയിടങ്ങളിൽ സ്ത്രീകൾക്ക് ലിംഗപരമായ വിലക്കുകൾ പോലും ബാധകമല്ല. കലം വരവ് കഴിഞ്ഞാൽ സ്ത്രീകൾ കൊട്ടിയൂരിൽ തങ്ങി നിൽക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ കലശാട്ടം വരെ കൂത്തമ്പലത്തിൽ കൂത്തരങ്ങേറണം. അതിന് അക്കിത്ത ചൊല്ലാൻ നങ്ങ്യാർ അവിടെ തന്നെ തങ്ങാറുണ്ട്. അതുപോലെ തന്നെ ഉത്സവകാലങ്ങളിൽ നടക്കുന്ന ശീവേലി എഴുന്നള്ളത്തിൽ പെരുമാളിൻ്റെ തിടമ്പിന് മുന്നിലായാണ് അമ്മയുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത്. വടക്കേ മലബാറിൽ പൊതുവെ കണ്ടുവരുന്ന വഴക്കം തന്നെയാണിത്. പിതാവിൻ്റെ നിന്ദയാൽ ദേഹത്യാഗം ചെയ്ത സതീദേവിയെയും പെരുമാളിനൊപ്പം കൊട്ടിയൂരിൽ വാഴ്ത്തുന്നുണ്ട്. വൈശാഖോത്സവത്തിലെ മറ്റൊരു ചടങ്ങാണ് സ്ത്രീകൾക്കുള്ള തൃക്കൂറളവ്. രോഹിണി ആരാധനയ്ക്ക് ശേഷം നിശ്ചയിക്കുന്ന ദിവസത്തിൽ കോട്ടയം രാജകുടുംബത്തിലെയും 4 ഊരാളന്മാരുടെയും വാളശന്മാരുടെ കുടുംബത്തിലെയും സ്ത്രീകൾക്കാണ് പെരുമാളിൻ്റെ പ്രസാദമായി അരി അളന്നു നൽകുന്നത്. രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് പന്തീരടി നിവേദ്യത്തിന് ശേഷവും ഊരാള കുടുംബക്കാർക്ക് അത്താഴ ശിവേലി ശേഷവുമാണ് അരിയളവ് നടത്തുക. ഇവർ മണിത്തറയിലൂടെ മുഖമണ്ഡപത്തിൽ കയറി ഉഗ്രവേദിക്ക് സമീപമെത്തി പെരുമാളിനെ വണങ്ങിയ ശേഷമാണ് തൃക്കൂർ സ്വീകരിക്കുക. സാധാരണ ക്ഷേത്രങ്ങളിൽ പൂജാരികൾക്കും പരികർമ്മികൾക്കും മാത്രം പ്രവേശനമുള്ളയിടത്ത് വിഗ്രഹത്തിന് സമീപമെത്തി പെരുമാളിനെ വണങ്ങിയാണ് സ്ത്രീകൾ തൃക്കൂർ സ്വീകരിക്കുന്നത്. അത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഇങ്ങനെ ഉത്സവാടിയന്തരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സ്ത്രീകളും കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഭാഗമായി മാറുന്നത് കാണാം. ആരണ്യക്ഷേത്രത്തിലെ വൈശാഖോത്സവത്തിൽ നിന്ന് പ്രകൃതിയെയും വിവിധ സമുദായങ്ങളെയും മാറ്റി നിർത്താൻ കഴിയാത്തതുപോലെ സ്ത്രീകളെയും മാറ്റി നിർത്താനാവില്ല. ഉത്സവത്തിൻ്റെ അവസാന നാളുകളിൽ അതിനിഗൂഢമായ കലംപൂജയും കലശാട്ടവുമാണ് പ്രധാന ചടങ്ങുകൾ. കാലഭൈരവൻ്റെ ഭൂതഗണങ്ങളുടെ സാന്നിധ്യത്തിൽ ചെയ്യപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന കലംപൂജ ഉത്സവത്തിലെ വളരെ പ്രാധാന്യമുള്ളതും നിഗൂഢവുമായ ചടങ്ങാണ്. മകം നാളിലെ കലം വരവോടെ നിഗൂഢ പൂജകൾക്ക് തുടക്കമാവുന്നു. അന്നു മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമില്ല. പുരാതന കാലത്ത് പുരുഷന്മാരും പോവാറില്ലായിരുന്നുവത്രേ. കയ്യാലകൾ താമസിക്കുന്നവർ അവിടെ തുടർന്നിരുന്നു, അത്ര തന്നെ. മറ്റെല്ലാവരും ഇക്കരയ്ക്ക് പോരും. നിഗൂഢമായതും അതുകൊണ്ട് തന്നെ അക്കാലങ്ങളിൽ അല്പം ഭയത്തോടെ കണ്ടിരുന്നതുമായ ചടങ്ങാണ് കലംപൂജ. മകം, പൂരം, ഉത്രം എന്നീ 3 നാളുകൾ നീണ്ടു നിൽക്കുന്ന കലംപൂജയ്ക്കുള്ള ഈ മൺകലങ്ങൾ അറിയപ്പെടുന്നത് ചന്ദ്രശേഖരൻ കുടുക്ക എന്നാണ്. കൊട്ടിയൂരിൽ ആനയും ചില പാത്രവും മൺകുടവും മാവുമെല്ലാം ചന്ദ്രശേഖരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് വളരെ ഒരു കൗതുകകരമായ കാര്യമാണ്. ഇത് കഴിഞ്ഞ് അത്തം നാളിൽ 1000 കുടം അഭിഷേക പൂജയും കലശപൂജയും ചിത്തിരനാളിൽ കലശാട്ടവും നടക്കും.
സമാപന ദിവസം പുലർച്ചയോടെ കലശപൂജകൾ കലശമണ്ഡപത്തിൽ പൂർത്തിയാക്കും. അമ്മാറക്കൽ തറയിലെ കൂറ്റൻ കുട തിരുവഞ്ചിറയിൽ നിക്ഷേപിക്കും. മണിത്തറയിലെ വിളക്കും ഇറക്കും. അടിയന്തരക്കാർ ചേർന്ന് താൽക്കാലിക ശ്രീകോവിൽ ആചാരപ്രകാരം പൊളിച്ചു നീക്കി തിരുവഞ്ചിറയിൽ വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിലായി നിക്ഷേപിക്കും. അത് കഴിഞ്ഞ് കളഭാഭിഷേകം എന്ന പേരിലറിയപ്പെടുന്ന തൃക്കലശാട്ടത്തോടെ ഉത്സവം സമാപിക്കുന്നു. ഭണ്ഡാരങ്ങളും തിരുവാഭരണങ്ങളും കൂത്തമ്പലത്തിലേക്ക് മാറ്റും. തുടർന്ന് മുതിരേരിവാൾ സ്വയംഭൂവിനെ പുണർന്ന ശേഷം തിരിച്ച് മുതിരേരിയിലേക്ക് മടങ്ങും. തന്ത്രി കോഴിക്കോട്ടിരി മാത്രം മണിത്തറയിൽ സന്നിഹിതനായി യാത്രാബലി നടത്തും. പിന്നെ അക്കരെ കൊട്ടിയൂരിൽ അടുത്ത വർഷത്തെ ഉത്സവം വരെ തിരുവഞ്ചിറയുടെ കാവൽക്കാരനായി ഒറ്റപ്പിലാനൊഴികെ മറ്റാർക്കും പ്രവേശനമില്ല. 28 ദിവസത്തെ ഉത്സവത്തിന് ശേഷം ഭഗവാൻ പ്രകൃതിയോടൊപ്പം അലിഞ്ഞ് വീണ്ടും ഒരു വർഷത്തോളം ധ്യാനനിമഗ്നനാകുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചടങ്ങുകൾ എല്ലാം ഒരു മാറ്റവും കൂടാതെയാണ് ഈ ആധുനിക കാലഘട്ടത്തിലും ഇവിടെ നടന്നു വരുന്നത്. ഇവിടുത്തെ നിർമ്മിതികളുടെ കാര്യത്തിലും ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം പണ്ടത്തെ രീതികൾ തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. ഉദാഹരണത്തിന് ശീവേലി എഴുന്നള്ളിപ്പിന് പാത്രത്തിലൊഴിക്കാനുള്ള എണ്ണ സൂക്ഷിക്കുന്നത് പോലും മുളംകുറ്റിയിലാണ്. അതുപോലെ നിവേദ്യ ആവശ്യത്തിനായുള്ള അരി പൊടിച്ചെടുക്കുന്നത് പോലും പഴയ ഉരലും ഉലക്കയും ഉപയോഗിച്ച് തന്നെയാണ്. ഭക്തജനങ്ങൾക്ക് നെറ്റിയിൽ തൊടാനും പൂജാ ആവശ്യത്തിനും വേണ്ട ചന്ദനം ചാണയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. മറ്റു ചില സവിശേഷതകളും കൊട്ടിയൂരിനുണ്ട്. ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല. കൂടാതെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വേളയിൽ അക്കരെ കൊട്ടിയൂരിലെ തിടപ്പള്ളിയിൽ തയ്യാറാക്കുന്ന ഭക്ഷണമേ ഇവിടെ അനുവദിക്കൂ എന്നതാണ് ചിട്ട. തിടപ്പള്ളിയിൽ നിവേദ്യം ഒരുക്കുന്നതിനായി ലോഡ് കണക്കിന് വിറകുകളാണ് കത്തിക്കാറുള്ളത്. അടുപ്പിലെ ചാരകമാകട്ടെ നീക്കാനും പാടില്ല. എന്നാൽ ഇവിടെ കത്തിക്കുന്ന വിറകിന് അനുസരിച്ചുള്ള ചാരം അടുപ്പിനകത്ത് കുമിഞ്ഞുകൂടുന്നില്ല എന്നത് ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. അതേസമയം വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ ക്രമത്തിലധികം ചാരം കുന്നുകൂടുകയും ചെയ്യുന്നുണ്ടത്രേ. ഇവിടെയാട്ടെ നിത്യനിവേദ്യത്തിനാവശ്യമായ വിറകുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നതാണ് പ്രത്യേകത. അപ്പോൾ എങ്ങനെയാകും ഇത്രയധികം ചാരം കുമിഞ്ഞുകൂടുന്നത്? ഇത് ഇന്നും ഒരു അത്ഭുതമായി തന്നെ നിലനിൽക്കുകയാണ്. കൊട്ടിയൂരിലെ തിടപ്പള്ളിയിലെ ചാരം ഭൂതഗണങ്ങൾ യഥാസമയം രാജരാജേശ്വരൻ്റെ തിടപ്പള്ളിയിലേക്ക് മാറ്റുന്നുവെന്നും അതല്ല ഭസ്മപ്രിയനായ ശിവൻ ചാരം ഭസ്മമായി പൂശുന്നതുകൊണ്ടാണ് 28 ദിവസം തുടർച്ചയായി പാചകം ചെയ്തിട്ടും ചാരം കുമിഞ്ഞുകൂടാത്തതുമെന്നാണ് ഇന്നും വിശ്വസിക്കപ്പെടുന്നത്. ഉത്സവ നാളുകളിൽ കൊട്ടിയൂരിൽ ഉഷപ്പൂജ, പന്തീരടി പൂജ, അത്താഴപൂജ എന്നിങ്ങനെ 3 പൂജകളും ശീവേലികളും, ചില ദിവസങ്ങളിൽ ആരാധനയും അഭിഷേകങ്ങളും ചതുശ്ശത നിവേദ്യവും ഉണ്ടാകും. ഉത്സവത്തിലെ ചടങ്ങുകൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് എങ്ങനെയാണ് സാധാരണ ഭക്തർക്ക് ഇതിൽ പങ്കെടുക്കാമെന്നത് മനസ്സിലാക്കാമിനി. വൈശാഖോത്സവത്തിന് കൊട്ടിയൂരിലെത്തിയാൽ ആദ്യം പോകേണ്ടത് അക്കരെ കൊട്ടിയൂരാണ്. ഉത്സവ സമയത്ത് മഴയുണ്ടാകുമെന്നാണ് ഭക്തർ കരുതുന്നത്. മഴയുടെയും പുഴയുടെയും ഉത്സവമാണ് വൈശാഖോത്സവം. ബാവലിപ്പുഴയിലിറങ്ങി മുങ്ങിക്കുളിച്ച് പുഴയിലെ കല്ലുകൾ കൂട്ടിയുരച്ച് കിട്ടുന്ന ചന്ദനത്തിൻ്റെയോ ഭസ്മത്തിൻ്റെയോ നിറമുള്ള പ്രസാദം അണിഞ്ഞു വേണം, അതും മഴ നനഞ്ഞു വേണം ദർശനം നടത്തേണ്ടത് എന്നൊരു വിശ്വാസമുണ്ട്. തിരക്കുള്ള സമയങ്ങളിൽ ക്യൂ പാലിച്ചു പോകുന്നവർക്ക് മാത്രമാണ് മണിത്തറയിൽ ശിവലിംഗത്തിൻ്റെ അടുത്ത് നിന്ന് ദർശനം സാധ്യമാകും. അല്ലാത്തവർക്ക് അല്പം ദൂരെ നിന്നേ ദർശനം സാധ്യമാകൂ. തിരുവഞ്ചിറയിലെ വെള്ളത്തിൽ കൂടി നടന്നാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത്. ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തേക്കാൾ ഗോവിന്ദ ഹരി ഗോവിന്ദ എന്നാണ് അക്കരെ കൊട്ടിയൂരിൽ ചൊല്ലേണ്ടത്. ആദ്യം മണിത്തറയിൽ സ്വയംഭൂവായ കൊട്ടിയൂർ പെരുമാളെ തൊഴുത് ചോതിവിളക്കും വാളറയിലെ വാളുകളും വണങ്ങി അമ്മാക്കൽ തറയിൽ ആദിപരാശക്തിയെ തൊഴാം. തിരുവഞ്ചിറയിലെ ഒരിക്കലും വറ്റാത്ത തീർത്ഥക്കുളത്തിൽ നിന്നും തീർത്ഥവും സേവിച്ച് വഴിപാടുകളും നടത്തി അക്കരെ കൊട്ടിയൂരിലെ ദർശനം പൂർത്തിയാക്കാം. തിരുവപ്പവും നെയ്പ്പായസവും ഇക്കരെ കൊട്ടിയൂരിൽ ലഭ്യമായതിനാൽ അവിടെ നിന്നും വാങ്ങിയാൽ അത് നിങ്ങളുടെ വാഹനത്തിലെത്തിക്കാൻ സൗകര്യപ്രദമാകും. ഇക്കരെ കൊട്ടിയൂരപ്പനെയും വണങ്ങി ഓടപ്പൂവും വാങ്ങി മടങ്ങാം. ഓടപ്പൂവ് പരമശിവൻ വീരഭദ്രനെ സൃഷ്ടിക്കാനായി നിലത്തടിച്ച തൻ്റെ ജടയാണെന്നും അതല്ല വീരഭദ്രൻ പറിച്ചെറിഞ്ഞ ദക്ഷൻ്റെ താടിയാണെന്നും വിശ്വാസമുണ്ട്. ഭൃഗുമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നതെന്ന് മറ്റു ചിലരും കരുതുന്നു. കൊട്ടിയൂരിൽ എത്തുന്നവർ ഐശ്വര്യത്തിനായും ഉത്സവത്തിൻ്റെ ഓർമ്മയ്ക്കായും വാങ്ങുന്ന ഓടപ്പൂവ് അടുത്ത ഉത്സവകാലം വരെയും വാഹനത്തിലോ വീട്ടിൽ ഉമ്മറത്തോ പൂജാമുറിയിലോ തൂക്കിയിടുന്നു.
ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് കണ്ടു നോക്കൂ. ഇത് ദക്ഷിണത്തെ ആദ്യമായിട്ടാണ് അറിയപ്പെടുന്നത് ഈ ഓടപ്പൂവിനെ. ഇത് നമ്മൾ സാധാരണ ഓടക്കോലിൻ്റെ ഓട, ഈ ഓടയാണ് ഇതിൻ്റെ ആവശ്യം. ഇത് കാട്ടിൽ പോയിട്ട് ഇതിൻ്റെ ഇളം തണ്ട്, അത് വളർന്നു വരുന്ന ഇളം തണ്ട് എടുത്തിട്ട് ഇത് മുട്ടി കട്ട് ചെയ്യും. ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പം ഈ ഓട പോലെ ആയിരിക്കും ഫുൾ ഉണ്ടാവുക. ഇതുപോലെ ഈ പച്ചത്തൊലി കണ്ടില്ലേ, ഈ പച്ചത്തൊലി ഇത് വെച്ചിട്ട് കത്തി വെച്ചിട്ട് ചീകി ഫുള്ള് കളയും. അപ്പോൾ ഇത് നേരെ ഇങ്ങനെ സ്റ്റഡി പോലെ സംഭവമായിരിക്കും. ഇത് കല്ല് വെച്ചിട്ട് ഇടിച്ച് ഇങ്ങനെ ചതച്ച് വരും. ഏറെക്കുറെ ഇതുപോലെ ഉണ്ടാവും. ഈ സംഭവം നമ്മൾ 2 ദിവസം വെള്ളത്തിലിടും. ഇതിൻ്റെ കറയും കാര്യങ്ങളും ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഈ മുള്ള് വെച്ചിട്ട് ഇവർ ചീകും. ഇങ്ങനെ ചീകി ആവുമ്പോൾ അത് ഇതുപോലെയാവും പൂവ്. ഇതിപ്പോൾ ഫൈനൽ പരിപാടിയാണ്. കൊട്ടിയൂരിലെ പ്രധാന വഴിപാടുകൾ സ്വർണ്ണക്കുടം സമർപ്പണം, വെള്ളിക്കുടം സമർപ്പണം, കൂത്ത്, ആടിയ നെയ്യ്, കളഭം, തുമ്പമാല, തുളസിമാല, കൂവളമാല, ഇളനീർ അഭിഷേകം, തേങ്ങാ സമർപ്പണം, പുഷ്പാഞ്ജലി, പായസം എന്നിവയാണ്. കൊട്ടിയൂരിൽ തീർത്ഥാടനത്തിന് വരുന്നവർക്ക് സമയവും അവസരവും ഉണ്ടെങ്കിൽ സന്ദർശിക്കാവുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കൊട്ടിയൂരിൽ നിന്ന് അധിക ദൂരമില്ല തിരുനെല്ലിയിലേക്ക്. കൊട്ടിയൂരിലെ ദർശനം കഴിയുമ്പോൾ നേരം വൈകിയാൽ പിന്നെ അന്ന് തിരുനെല്ലിക്ക് പോകുന്നത് സുരക്ഷിതമല്ല. രാത്രിയായാൽ കാട്ടിലൂടെയുള്ള വഴിയിൽ ചിലപ്പോൾ ആനകളുണ്ടാവാം. അല്ലെങ്കിൽ തിരുനെല്ലിക്ക് പോകുന്നത് നല്ലൊരു കാര്യമാണ്. തിരുനെല്ലിക്ക് പോകുന്നില്ലെങ്കിൽ കണ്ണൂരെ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് പോകാം. മൃദംഗശൈലേശ്വരി ക്ഷേത്രം വെറും 23 കിലോമീറ്റർ അകലെയാണ്. ഉച്ചയ്ക്ക് 1 മണിവരെയും ദർശനം നടത്താം. വൈകിട്ട് 5 മണിക്ക് നട തുറന്നാൽ 8 മണിക്ക് അടയ്ക്കുകയുള്ളൂ. അതുപോലെ പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയും ഈ യാത്രയിൽ ഉൾപ്പെടുത്താം. തളിപ്പറമ്പിൽ താമസിക്കാൻ സമയമുണ്ടെങ്കിൽ അവിടെ 3 പ്രധാന ക്ഷേത്രങ്ങൾ ദർശിക്കാം. ശ്രീ രാജരാജേശ്വര ക്ഷേത്രവും വൈദ്യനാഥ ക്ഷേത്രവും തൃച്ചംബരവും. രാജരാജ ക്ഷേത്രത്തിൽ അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് ഇവിടെ സന്ദർശനം വൈകിട്ടാക്കുന്നതായിരിക്കും നല്ലത്. മലബാറിൽ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരേക്കുള്ള തീർത്ഥാടന യാത്ര നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് വേറിട്ടൊരനുഭവമായിരിക്കും. ഒരിക്കൽ പോയാൽ ഓരോ മഴക്കാലത്തും നിങ്ങളുടെ ഓർമ്മയിൽ കൊട്ടിയൂർ യാത്ര വന്നു നിറയും. കൊട്ടിയൂരിലെ ദർശന രീതികളും ഐതിഹ്യവുമെല്ലാം ഇവിടെ വിവരിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൊട്ടിയൂരിലെ തീർത്ഥാടന അനുഭവങ്ങളും കമൻറ്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമോ? നന്ദി, നമസ്കാരം.